മനസ്സിൻ്റെ സ്വപ്നതര സഞ്ചാരങ്ങൾ. ഭാഗം 1. ജീവനും മനസ്സും എന്നത് എന്താണെന്ന് വിവേചിച്ചറിയാൻ സാധിക്കാതിരിക്കുന്നത് നിമിത്തം നിരന്തരമായും ക്രമമായും എല്ലാ ജീവികളിലും സംഭവിക്കുന്നതും ജീവിതത്തിന് അനിവാര്യവുമായ ഉറക്കം എന്ന അനുഭവത്തിൻ്റെ രഹസ്യം മനുഷ്യന് പിടികിട്ടാതെ പോകുന്നു. പ്രവർത്തനനിരതമായ ശരീരത്തിന് ലഭിക്കേണ്ട അനിവാര്യമായ വിശ്രമം എന്നതായി ഉറക്കത്തെ പരിഗണിക്കുന്ന വിധത്തിലാണ് പൊതുവായ താൽപ്പര്യം നിലകൊള്ളുന്നത്. വെളിച്ചമുള്ള സമയത്തെ ജീവപ്രവർത്തനത്തിന് ശേഷം വരുന്ന അന്ധകാരത്തിനൊപ്പം ജീവികൾക്ക് ഉറക്കം വരുന്നതായാണ് പൊതുവെയുള്ള അനുഭവം. ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമൊത്ത് രാത്രിയിൽ ഉറങ്ങുക എന്ന അടിസ്ഥാന സ്വഭാവത്തിൽ കുറെ വ്യതിയാനങ്ങൾ ചില ജീവികൾ സ്വന്തം ശേഷി തന്നെ ഉപയോഗിച്ച് വരുത്തിയെടുത്തിരിക്കുന്നു എന്നു മാത്രം. രാത്രിയാവുന്നതോടെ ഉറക്കം ജീവികളെ ബാധിക്കുന്നു എന്നതിൽ നിന്ന് ജീവനിൽ സംഭവിക്കുന്ന അന്ധകാര വിശേഷത്തിൻ്റെ സ്വാധീനമാണ് പ്രവർത്തനനിരതമല്ലാത്ത ഉറക്കം എന്ന് കാണാവുന്നതാണ്. ജീവൻ ജനിച്ചതും പ്രവർത്തിച്ചു തുടങ്ങിയതും ചലനോർജമായ പ്രകാശത്തിൻ്റെ പ്രാധാന്യമുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കെ പ്രകാശമില്ലാത്ത അവസ്ഥയിൽ ജീവന് സംഭവിക്കുന്ന സ്വാഭാവികമായ അവസ്ഥാമാറ്റമാണ് ഉറക്കം എന്നത്. ജീവന്റെ ഉറക്കം എന്ന അവസ്ഥയിൽ പക്ഷേ ഇരുളിലും വെളിച്ചത്തിലും എല്ലായ്പ്പോഴും സ്ഥിരമായ ജീവകാരണമായ ആകർഷണ ശക്തിയും വായുവും ശരീരമാകുന്ന ഭൗമഗുണവും ജീവന്റെ ഊർജ്ജലഭ്യതയായി പ്രവർത്തിച്ച് നിലകൊള്ളുന്നു. ഉറങ്ങുന്ന അവസ്ഥയിൽ പ്രകാശോർജമാകുന്ന പ്രവർത്തനശേഷിയും അതിൻ്റെ പരിണതിയായ അറിവും ഇല്ലാത്തതായി ജീവൻ ശരീരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജീവൻ പ്രവർത്തിച്ചു തുടങ്ങിയത് പ്രകാശവും ആകർഷണശക്തിയും വായുവും ഭൗമവിശേഷങ്ങളുമായ ഊർജവൈവിധ്യങ്ങൾ സംഗമിച്ചതിലൂടെ ആണെന്നിരിക്കലും എന്നും ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ പാതി സമയം വായുവിനും ഭൂമിക്ക് തന്നെയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധകാര വിശേഷത എന്ന പ്രവർത്തനരഹിതാവസ്ഥയും ജീവനെ ബാധിച്ചു നിൽക്കുന്നു. പ്രകാശത്തിനൊപ്പം അന്ധകാരവും തുല്യതയോടെ ജീവനെ സ്വാധീനിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജീവനുകൾ രാത്രിയുടെ അന്ധകാരം എന്ന അനുഭവത്തിനൊപ്പം ഉറക്കം എന്ന പ്രവർത്തനരഹിതാവസ്ഥയെ പ്രാപിക്കുവാൻ പറ്റുന്നവ ആയിത്തീരുകയും ഉറക്കമില്ലാത്തവയാകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഇല്ലാതാവുന്നതോടെ ജീവരൂപം ഉറക്കം എന്ന പ്രവർത്തനരഹിതാവസ്ഥയെ പ്രാപിക്കുന്ന സ്വാഭാവികതയിൽ നിന്ന് തന്നെ ജീവൻ എന്ന പ്രതിഭാസത്തിൽ പ്രകാശം എന്തായി നിലകൊള്ളുന്നുവെന്ന് ബോധ്യമാവുന്നതുമാണ്. നേരം പുലരുക എന്ന പ്രകാശവ്യാപനത്തോടെ സാധാരണഗതിയിൽ ജീവനുകൾ എല്ലാം തന്നെ പ്രകൃതിയുടെ അപ്പോഴത്തെ ഗതിയുമായി താദാത്മ്യം പ്രാപിക്കുക എന്ന പ്രവർത്തനനിരതമായ അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ബാഹ്യതരമായ പ്രവർത്തനങ്ങൾ ഏതുമില്ലാതെ കേവലമായ ആന്തരിക പ്രവർത്തനങ്ങളോടെ നിശ്ചലമായി നിലകൊള്ളുന്ന സസ്യങ്ങളിൽ രാത്രിയും പകലും എന്ന തികഞ്ഞ വൈവിധ്യങ്ങളോടുള്ള താദാത്മ്യം വ്യക്തതയോടെ കാണാവുന്നതാണ്. എന്നാൽ ചില ജന്തുക്കളിലെങ്കിലും രാത്രിയും പകലും എന്ന തികഞ്ഞ വൈവിധ്യങ്ങളോടുള്ള താദാത്മ്യം കൃത്യതയോടെ സംഭവിക്കാതിരിക്കുന്നതുപോലെ കാണുകയും ചെയ്യുന്നു. മനുഷ്യൻ ഉൾപ്പെടെയുള്ള മിക്കവാറും ജീവികൾ രാത്രിയുടേതായ മുഴുവൻ സമയവും ഉറക്കം ആവശ്യമില്ലാത്തവയാണ് എന്നതാണ് പൊതുവായ അനുഭവം. ജീവനിൽ നിറയുന്ന ഊർജം എന്നത് പ്രകാശത്താലും സ്വയം പ്രവർത്തനത്താലും സംഭവിക്കുന്നതായതുകൊണ്ട് ഊർജത്തെ പ്രവൃത്തിയിലൂടെ ജീവന് വേണ്ടി ജീവൻ തന്നെ പരിവർത്തനം ചെയ്യുമ്പോൾ അഥവാ അതിന് ശേഷി ആർജിക്കുമ്പോൾ രാത്രി മുഴുവനും ജീവന് ഉറങ്ങേണ്ടതായി വരുന്നില്ല എന്നത് അനുഭവമായി തീരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ കുറച്ച് ഉറങ്ങുക എന്ന് വന്നാൽ ഉറങ്ങാതിരിക്കുന്ന സമയത്തിൻ്റെ അത്രയും അന്ധകാരശക്തിയെ അകറ്റി നിർത്തുവാൻ ശേഷി പ്രാപിച്ച ജീവൻ എന്ന അവസ്ഥ വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കാം. കുറെ ജന്തുക്കളെങ്കിലും അവയുടെ പ്രവർത്തനത്തിന് യോജ്യമായ സമയം രാത്രിയായി കണ്ടെത്തുന്നതിനോ പകൽ സമയത്ത് ഉറങ്ങുന്നതിനോ
ഉറക്കത്തിൻ്റെ ലഘുഭാവമായ വിശ്രമത്തിനോ വിനിയോഗിക്കുന്നതായി കാണാം. സാഹചര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊത്ത് സ്വയം പ്രവർത്തിക്കുന്ന ശേഷിയിൽ ജീവനുകൾക്ക് പ്രകൃതിയുടെ ക്രമീകരണങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രകൃതിക്ക് അനുസരിച്ചും ജീവയോഗ്യതയ്ക്ക് ആനുപാതികമായുമല്ലാതെ ജീവപ്രവർത്തനം സാധ്യമാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ രാത്രിയിലെ സ്വാഭാവികമായ ഉറക്കത്തെ പകൽ സമയത്താക്കി മാറ്റുന്നതിനു സാധ്യമാവുന്നു എന്നല്ലാതെ ഉറങ്ങാതിരിക്കുന്നതിന് സാധിക്കുന്നില്ല. പ്രകാശം എന്ന ഊർജത്തിൻ്റെ ലഭ്യത ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ആദ്യം മുതലുള്ള അനുഭവം എന്ന നിലയിൽ കാലവൈവിധ്യങ്ങളും ജന്മാന്തരങ്ങളും കടന്ന് പ്രകൃതിയുടെ തനത് വിശേഷമായി ഓരോ ജീവനും കേവലമായ ആന്തരിക ചലനങ്ങളോടെ ഉറക്കം എന്നുള്ള അവസ്ഥ പേറി പ്രവർത്തനരഹിതമായി നിൽക്കുന്നു എന്നു വരുന്നു. ഊർജനഷ്ടം മൂലം കഠിനാധ്വാനത്തിന് ശേഷം ശക്തമായ ഉറക്കമോ ഉറക്കത്തിൻ്റെ ശക്തി കുറഞ്ഞ അവസ്ഥയായ വിശ്രമമോ ലഭിക്കേണ്ടുന്നത് ജീവനും അതുമൂലം ശരീരത്തിനും ആവശ്യമുള്ളതായി വരുന്നു. ഇവിധം ഉറക്കവും വിശ്രമവും എന്നത് പ്രകാശം എന്ന ചലനോർജം നഷ്ടമായി വരുന്നതിലൂടെ സംഭവിക്കുന്ന അന്ധകാരത്തിൻ്റെ ജീവനിലുള്ള സ്വാധീനത്തെ വ്യക്തമായി കാണിക്കുന്നു. അന്ധകാരത്തിനും പ്രകാശത്തിനും ജീവനിലുള്ള സ്വാധീനത്തെ താത്വികമായി കാണുമ്പോൾ അനാവശ്യമായി വിശ്രമിക്കുന്ന ഓരോരുത്തരും പ്രകൃതിയാകുന്ന ഊർജത്തെ സ്വന്തം ജീവന് വേണ്ടി ഉപയോഗപ്പെടുത്താത്തവർ ആയിരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് എത്തുന്നത്. പ്രകാശം എന്ന അത്യല്പ രൂപങ്ങൾ അണുവിഘടനത്തിലൂടെ സംജാതമായി സ്വതന്ത്രമായി പ്രവർത്തനനിരതമായി വരുന്നത് രൂപം കൊണ്ടോ അവസ്ഥ കൊണ്ടോ എന്തെങ്കിലുമാണെന്ന് പറയാൻ കഴിയാത്തതും മനുഷ്യ മനസ്സിന് ആവുന്ന സങ്കല്പ തുല്യതയ്ക്ക് ഒത്ത നിലനിൽപ്പുമായ ആകർഷണശക്തിക്കു സംഭവിക്കുന്ന പരിവർത്തനത്തിലൂടെയാണ്. പ്രകാശം സൂക്ഷ്മാൽ സൂക്ഷ്മതരവും അതിശക്തവുമായ കേന്ദ്രീകൃത ആകർഷണത്തിന് സംഭവിക്കുന്ന പരിവർത്തനത്തിലൂടെ ഉത്ഭവിക്കുന്നതും എന്നാൽ കണങ്ങളും ആയതുകൊണ്ട് സൂക്ഷ്മാൽ സൂക്ഷ്മതരമായ മനസ്സ് പ്രകാശത്തിൻ്റെ പ്രവർത്തന വൈഭവത്തിന് അധീനമായിരിക്കുകയില്ല. ഉജ്ജ്വലമായ മനസ്സിനെ ഉൾക്കൊള്ളുന്ന ഒരു ജീവനാകട്ടെ അണുഘടനയെ തകർക്കും വിധമുള്ള ഒരു കേന്ദ്രീകൃത ആകർഷണ ശക്തിയായി തീരുന്നതിനും അതിലൂടെ പ്രകാശത്തെ ജനിപ്പിക്കുന്നതിന് സാധിക്കുന്നതായ ഒരു നക്ഷത്രമായി തീരുന്നതിന് കഴിയുകയും ചെയ്യുന്നു. അന്ധകാരത്തിനും പ്രകാശത്തിനും കേന്ദ്രീകൃതമായ ആകർഷണ ശക്തിക്കും അതീതമായതുകൊണ്ട് മനസ്സിന് ജീവൻ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലും യഥേഷ്ട സഞ്ചാരം സാധ്യമാവുകയും പ്രപഞ്ചത്തിലെങ്ങും ശേഷിക്ക് ഒത്തവിധം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അണുരൂപത്തിനു സംഭവിക്കുന്ന വിഘടനത്തിലൂടെ സംജാതമാകുന്ന അത്യല്പരൂപങ്ങളായ പ്രകാശം എന്ന ആകർഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വികേന്ദ്രീകൃത അവസ്ഥയെ എന്തിലെങ്കിലും കേന്ദ്രീകരിച്ചു നിർത്തുക തികച്ചും വിഷമകരമായ പ്രക്രിയ ആയിത്തീരുന്നു. സങ്കല്പത്തിൽ നിന്ന് രൂപം ഉണ്ടാവുകയും പ്രവർത്തിച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും രൂപത്തിൻ്റെ ഏറ്റവും ചെറുതായ പ്രവർത്തന അഖണ്ഡതയാകുന്ന അണുരൂപത്തിൻ്റെ വിഘടനത്തിലൂടെ ഉണ്ടാവുന്ന പ്രകാശത്തെ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടായതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ലഭ്യമാവുന്ന അത്യധിക സൂക്ഷ്മോർജമായ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് അതേവിധമായ മറ്റൊരു ഊർജശേഷിക്കല്ലാതെ യാതൊന്നിനും സാധ്യമാവുകയില്ല. ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് പരിഗണിക്കുമ്പോൾ വർത്തമാനമെന്ന് പറയുന്ന കാലത്ത് നിന്ന് ഉറക്കത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന മനസ്സ് ജീവന്റെ ജന്മാന്തരങ്ങൾ കടന്നുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുള്ള അനുഭവങ്ങളെ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഭവം അഥവാ ഊർജവിനിമയം ചിത്രങ്ങളായി മനസ്സിൽ തെളിയുന്നത് മുമ്പ് സംഭവിച്ചിട്ടുള്ള അതേ വിധത്തിൽ തന്നെ ആയിരിക്കണമെന്നുമില്ല. എന്തിനേയും സങ്കല്പതരമായി എന്തുമാക്കുന്നതിനും സ്വയം എന്തുമായി തീരുന്നതിനും പ്രാപ്തമായ അവസ്ഥയിലുള്ള മനസ്സ് അതിനെ ബാധിച്ചിരിക്കാവുന്ന ഒരു ദുരനുഭവത്തെ മറ്റൊന്നായി കാണാൻ ചിലപ്പോഴെങ്കിലും ശ്രമിക്കാതിരിക്കുകയില്ല.
ആഗ്രഹങ്ങൾ എന്ന ഇഷ്ടങ്ങളും ഭയവും അപകടങ്ങളും സാധ്യതകളുമായ വിചാരങ്ങളിലൂടെ സംഭവിക്കുന്ന വിശകലനങ്ങളും മറ്റുമായ കാഴ്ചകൾ സംഗമിച്ച് യഥാർത്ഥത്തിൽ മുമ്പ് സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു അനുഭവത്തെയായിരിക്കും മനസ്സ് ജീവന് വേണ്ടി ചമയ്ക്കുന്നത്.